നമസ്കാരം. ഒരു കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഇന്നത്തെ കാലഘട്ടത്തിലുള്ള വിദ്യാഭ്യാസ രീതിയും എവിടേക്കാണ് പോകുന്നതെന്നുള്ള ഒരു ഏകദേശ ധാരണ എല്ലാവർക്കും ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇവിടെയുള്ള പ്രശ്നം അതൊരു പരിഹാരത്തിലേക്ക് പോകാനുള്ള സാധ്യതകളുണ്ടെങ്കിലും അത് ആളുകൾക്ക് അതിനോട് എന്താ പറയണ്ടേ, കൂടുതൽ ഉറങ്ങിക്കിടക്കുന്ന അവസ്ഥയാണുള്ളത്. നമ്മുടെ ഇനി വരുന്നൊരു തലമുറയെ നമുക്ക് രക്ഷപ്പെടുത്താനുള്ള, അല്ലെ, ഇപ്പൊ രക്ഷപ്പെടുത്തുമെന്ന് ചോദിക്കുമ്പോൾ ആളുകൾ ചോദിക്കും നിങ്ങളാരാണോ എന്നൊക്കെ ചോദിക്കുകയായിരിക്കും. പക്ഷെ നമ്മളൊരു ചെറിയ ചെറിയ കാര്യങ്ങളിൽ നിന്ന് തുടങ്ങുമ്പോഴല്ലേ നമുക്ക് പല മാറ്റങ്ങളും ഉണ്ടാക്കാൻ പറ്റുന്നത്. അതുപോലെ ഒരു ചിന്തയാണ്, ഒരു പ്രവൃത്തിയാണ് എന്നെ ഇതിലേക്ക് നയിച്ചിരിക്കുന്നത്. നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ പോരായ്മകളെ കണ്ടെത്തി അതെങ്ങനെ പരിഹരിക്കാം, അതിലെ ഏതൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കാം എന്നുള്ളതാണ് തന്നെയാണ് ഇവിടെ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. നമുക്കറിയാം നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസം എങ്ങനെയാണെന്നുള്ളത്. അത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ആദ്യം നമ്മുടെ നാട്ടിലുള്ള വിദ്യാഭ്യാസത്തെ കുറിച്ചിട്ട് തന്നെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസം എന്ന് വെച്ചാൽ 1-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ്, 10-ാം ക്ലാസ് +1, +2, ഡിഗ്രി, ഇങ്ങനെയാണ് വിദ്യാഭ്യാസത്തിന്റെ ഒരു രീതി. ഒരു 5 വയസ്സ് മുതൽ 5ഉം 6ഉം വയസ്സിലാണ് കുട്ടികൾ സ്കൂളിലേക്ക് ചേർക്കുന്നതും പഠനം ആരംഭിക്കുന്നതുമായിട്ടുള്ള ഒരു കാലഘട്ടം. അപ്പോൾ ഇത് കാലങ്ങളായിട്ട് തുടർന്ന് വരുന്നൊരു സമ്പ്രദായം തന്നെയാണ്. അതിലൊരു വലിയൊരു മാറ്റങ്ങളൊന്നുമില്ല. പിന്നെ അതിനുശേഷം പിന്നെ വന്നിരിക്കുന്നതാണ് അംഗൻവാടി. അതിനുശേഷം UKG, LKG സിസ്റ്റങ്ങളൊക്കെ വന്നു. അത് നമ്മളിപ്പം എന്ത് ചെയ്തു, തുടർന്ന് പോകുന്നുണ്ട്. ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ് ഇപ്പൊ അംഗൻവാടിയിൽ കുട്ടികളെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പം അംഗൻവാടിയിൽ 2.5 വയസ്സ് മുതൽ 3 വയസ്സുള്ള കുട്ടികളെ അംഗൻവാടിയിൽ കൊണ്ടാക്കുന്നുണ്ട്. അപ്പോൾ 2 വർഷം അവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരെ നേരെ സ്കൂളിലേക്ക് പറഞ്ഞയക്കുന്നു. ഇപ്പൊ കുറച്ച് കാശുള്ള, പ്രാഥമികമായിട്ട് കാശ് എടുത്ത് സമ്പാദിക്കാനുള്ള ഒരു ആളുകളാണെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, പിന്നെ ഇതിലേക്ക് ഈ സ്കൂളിലേക്ക് തന്നെ, സോറി, ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലേക്കൊക്കെ പഠിപ്പിച്ചു അവരെ മാറ്റുന്നു. ഇവിടെ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്രയൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടും നമ്മുടെ നാട്ടിലുള്ള വിദ്യാഭ്യാസത്തിന്റെ എന്താ പറയേണ്ടത്, അവരുടെ ഒരു സമ്പ്രദായത്തില് ഈ നമ്മൾ പറയില്ലേ, വിരിയിച്ചെടുക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളെ പോലെ, ഒരു ലഗോൺ കോഴിക്കുഞ്ഞുങ്ങളെ എങ്ങനെയാണോ, അല്ലെ ബ്രോയിലർ കോഴിക്കുഞ്ഞുങ്ങളെ എങ്ങനെയാണോ, അതുപോലെ വിരിയിച്ചെടുക്കുന്നത് പോലെയാണ് എനിക്കത് അനുഭവപ്പെടുന്നത്. കാരണം സിസ്റ്റം ഒരു വല്ലാത്തൊരു വിഷയമായിട്ട് നിൽക്കുന്നുണ്ട്. പക്ഷെ അത്, കാരണം നമുക്കറിയാം, തലവേദന ഉള്ള നാട്ടിൽ പോയിട്ട് നമ്മൾ അവർക്ക് എല്ലാവർക്കും തലവേദനയായിരിക്കും. തലവേദന ഒരു ഘടകമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ അവിടെ തലവേദന ഇല്ലാത്തൊരാൾ പോയി കഴിഞ്ഞാൽ അവസ്ഥ എന്തായിരിക്കും? മനസ്സിലായില്ലേ? എന്ന് വെച്ചാൽ തലവേദന എല്ലാവർക്കും തലവേദനയാണ്. ആ തലവേദന ഉള്ള ഒരു നാട്ടില് തലവേദന ഇല്ലാത്തൊരാൾ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ ആയിരിക്കും ഞാനിപ്പം ഇവിടെ ഈ കാര്യം പറഞ്ഞത്. അപ്പം ഈ നാട്ടിലുള്ള വിദ്യാഭ്യാസത്തിന്റെ സമ്പ്രദായം എങ്ങനെയാണെന്നുള്ളത് നമ്മൾ ജനങ്ങളുടെ അടുത്ത് പോയി പറയുമ്പം ഓരോരുത്തരോടും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതിനൊരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇപ്പോ നമുക്കറിയാം, ഒരു 10-ാം ക്ലാസ്സിലെ കുട്ടിയോട് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിമിതികൾ അവർക്കുണ്ട്. അവരാകെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഒരു മാനസികാവസ്ഥയാണ് അവർക്കുള്ളത്. പക്ഷേ നമ്മളൊരു കുറച്ച് കാലഘട്ടങ്ങൾ എടുത്തു നോക്കി, ഒരു 10-20 വർഷം മുമ്പ് എടുത്തിരിക്കുന്ന ഒരു തലമുറയെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ, ജനറേഷൻ എടുത്തു കഴിഞ്ഞാൽ, 20 വർഷം മുമ്പുള്ള ഒരു ജനറേഷൻ എടുത്തു കഴിഞ്ഞാൽ അവർക്കൊക്കെ ഒരുപാട് കഴിവുകൾ ഉണ്ടായിരുന്നു, പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഇരിക്കുന്ന കുറെ അച്ഛനമ്മമാരൊക്കെ അവരുടെ സ്വന്തം കഴിവുകളെ കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളാണ്. ഇപ്പം പുതിയ മക്കൾക്ക് അന്നത്തെ ഒരു തലമുറയ്ക്കുള്ള ഒരു ഇത് വെച്ചാൽ, ജോലിയെടുത്ത് പഠിക്കുക ആവശ്യത്തിലുള്ള പഠിപ്പ് കഴിഞ്ഞു, ജോലിക്ക് വേണ്ടിയിട്ട് പഠിക്കുക, ജോലിയെടുത്ത് അതിനുള്ള നല്ല പഠിക്കുന്ന ആൾക്കാർ എഞ്ചിനീയർ ആയിട്ടും ഡോക്ടർമാരായിട്ടും അതേപോലെ തന്നെ പല മേഖല ടീച്ചേഴ്സായിട്ടൊക്കെ പോകുന്ന ആൾക്കാരുണ്ട്. ബാക്കിയുള്ള ആൾക്കാർ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഒരു തൊഴിൽ തേടി പോവുക എന്നുള്ളതാണ്, അല്ലെ സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് ചെയ്യുക, ഇതൊക്കെയായിരുന്നു ഒരു കാലഘട്ടത്തിലുള്ളത്. ഇപ്പോ ഒരു സമ്പ്രദായം എന്ന് പറഞ്ഞാൽ 100-ൽ 90% കുട്ടികളും എന്താന്ന് വെച്ചാല്
എന്ത് ചെയ്യണം എന്നറിയാതെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ 10ാം ക്ലാസ് കഴിഞ്ഞു, പ്ലസ് ടു കഴിഞ്ഞു, പിന്നെ ഡിഗ്രി പോയി കഴിഞ്ഞിട്ട് ഒരു തൊഴിലിന് വേണ്ടി വീണ്ടും പഠിക്കണം. ഒരു വല്ലാത്തൊരു അവസ്ഥയാണത്. കാരണം 10, 18 വർഷമൊക്കെ ഈ കുട്ടികളുടെ ജീവിതം സ്കൂൾ ജീവിതത്തിലേക്ക് പോയി കഴിഞ്ഞിട്ട് അതിൽ ഒരു വലിയൊരു പ്രകടമാകുന്ന ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെ ഒരു കാര്യം ഈ വിദ്യാഭ്യാസത്തിലെ ഒരു 120 വയസ്സ് വരെ ഉള്ള ആയുസ്സുള്ള കാലഘട്ടത്തിലെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമാണ് നമുക്കിപ്പോൾ ഇന്നും നിലവിൽ നിന്ന് പോകുന്നത്. എന്നുവെച്ചാൽ മനുഷ്യന്റെ ആയുസ് 120 വയസ്സാണ്. ആ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇപ്പം ഒരു 25 വർഷം പഠിക്കുക, ഒരു പഠിച്ചു കഴിഞ്ഞിട്ട് ജോലിക്ക് വേണ്ടി ഒരു 5 വർഷം വീണ്ടും പഠിക്കുക, 30 വയസ്സിൽ ജോലി കിട്ടും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഇപ്പൊ അല്ലെങ്കിൽ എന്താണ് അങ്ങനത്തെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നമുക്ക് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്നത്തെ മനുഷ്യന്റെ ആയുസ് തന്നെ വെച്ചാൽ ഏകദേശം ഒരു 60, 70 വയസ്സ് വരെയാണ്. അതിൻ്റെ അകത്ത് തന്നെ ഒരു 35 വയസ്സാകുമ്പോഴത്തേക്ക് വാർദ്ധക്യം ബാധിക്കുന്ന ഒരു അവസ്ഥയാണ് ഇവരുടേതൊക്കെ, അല്ലെ? 35 വയസ്സാകുമ്പോഴത്തെ വാർദ്ധക്യത്തിന്റെ തുടക്കം കുറിക്കും. ആരോഗ്യം ക്ഷയിക്കാൻ തുടങ്ങും, രോഗങ്ങൾ, ഷുഗർ, മറ്റുള്ള രോഗങ്ങളൊക്കെ ഒരു വല്ലാത്തൊരു അവസ്ഥയല്ലേ അതിന്റെ ഒരു ഇത്. അപ്പോൾ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ട് ഇങ്ങനെ ഒരു മനുഷ്യ ആയുസ്സിൽ അവർ ജീവിക്കുന്നത്, ഒരു മനുഷ്യന് കിട്ടുന്ന 8 മണിക്കൂർ ഉറക്കം, ഒരു 2 മണിക്കൂർ അവന്റെ പ്രാഥമികമായിട്ടുള്ള ആവശ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് 14 മണിക്കൂറാണ്. ഈ 14 മണിക്കൂറിന്റെ ഇടയ്ക്ക് അവന് ഒരു 8 മണിക്കൂർ ജോലി ചെയ്ത് കിട്ടാൻ പറ്റുന്ന ഇത് കിട്ടുന്ന എന്താണ് സമ്പാദ്യം മാത്രമാണ് അവനുള്ളൂ. അപ്പൊ 8 മണിക്കൂർ ജോലി ചെയ്ത് കിട്ടുന്ന സമ്പാദ്യം കൊണ്ട് വേണം അവൻ എന്ത് ചെയ്യണം ബാക്കിയുള്ള ജീവിതകാലം മുഴുവൻ കേട്ടോ. അത് 30 വയസ്സിലൊക്കെയാണ് ഇപ്പം ഒരു സമ്പാദ്യം കിട്ടുന്നതെങ്കിൽ ഒരു മനുഷ്യന്റെ അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കിയത് ദയനീയമല്ലേ? അപ്പോൾ ഇതിന് ഒരു പരിഹാരം കാണേണ്ടത് അത്യാവശ്യമാണ്. പക്ഷെ ഒറ്റയടിക്ക് ഇവിടെ ഒന്നും നടക്കത്തില്ലെന്ന് എനിക്കറിയാം. ഒരാൾക്കാരോടൊന്നും പറഞ്ഞിട്ടൊന്നും നമുക്ക് മാറ്റം വരാനൊന്നും പറ്റത്തില്ല. പക്ഷെ ഇത് നോക്കാം, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം എന്നുള്ളതല്ലാതെ നിങ്ങളടുത്ത് പറയുന്നത്. പക്ഷെ എനിക്ക് ഒരു സൊല്യൂഷൻ ഉണ്ട് ഇതിന്. ആ സൊല്യൂഷനാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെക്കുന്നത്. ഒരു കുട്ടിക്ക് പഠിക്കണമെങ്കിൽ പഠിക്കേണ്ട കാര്യങ്ങൾ എന്താണെന്നുള്ളത് ശരിയായ രീതിയിൽ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കാനുള്ള സംവിധാനം നമ്മൾ ഒരുക്കിയേ പറ്റത്തുള്ളൂ. കാരണം അനാവശ്യമായിട്ടുള്ള ഈ സമയത്തിനെ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട സമയത്തിനെ നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് ഇതിന് മാറ്റം വരുത്താൻ മാത്രം മതി. അത് മാത്രമാണ് ഇപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റുന്ന വലിയൊരു കാര്യം. കാരണം വെച്ചാൽ ഇപ്പം പറയാം, 10ാം ക്ലാസ്സിൽ കുട്ടി പഠിക്കണമെങ്കിൽ 10 മാസം എടുത്ത് പഠിക്കുന്ന കാര്യമാണെങ്കിൽ അവന്റെ 10 മാസം കഴിഞ്ഞു. അവന്റെ 10 മാസത്തിൽ ഒന്നുമില്ല ഒരു ഇതായിട്ട്. പക്ഷെ അതിനത്ര സമയം ആവശ്യമില്ല. ശരിക്കും 10 മാസം അവന്റെ ടെക്സ്റ്റ് ബുക്ക് അവന്റെ സിലബസ് പഠിക്കാൻ 10 മാസം ആവശ്യമില്ലെന്നുള്ളത് ഞാൻ ബോധ്യപ്പെടുത്തി തരാം, എല്ലാവർക്കും ബോധ്യപ്പെടുത്തി തരാം. അങ്ങനെയാണെങ്കിൽ അവന്റെ ആ സമയത്തിനെ കുറച്ചുകൊണ്ട്, എന്ന് വെച്ചാൽ 10ാം ക്ലാസ്സിലെ സ്കൂളിൽ പല സമ്പ്രദായങ്ങളൊന്നും മാറ്റാൻ പറ്റത്തില്ലെങ്കിലും പക്ഷെ അവൻ പഠിക്കേണ്ടത് 10 മാസം കൊണ്ട് പഠിക്കേണ്ടത് ഒരു 3 മാസം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റിയിട്ട് ബാക്കി 7 മാസം അവന്റെ ജീവിതത്തിലല്ല ഈ പഠിച്ച കാര്യങ്ങളെ അവന്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും ആക്ടിവിറ്റീസുമായിട്ട് പോകാനും അത് സ്കൂൾ സമ്പ്രദായത്തിലേക്ക് മാറ്റാനുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അത് പെട്ടെന്ന് നടക്കുന്നില്ല എന്ന് എനിക്കറിയാം, എന്നാലും ഞാനത് പറയാം. പക്ഷെ ഇവിടെ നമുക്ക് മാറ്റാനുള്ളത് ഈ സമയത്തിന് അവരെ യൂട്ടിലൈസ് ചെയ്യാൻ പഠിപ്പിക്കുക. അപ്പോൾ അവരുടെ ജീവിതത്തിൽ നഷ്ടപ്പെടുന്നത് സമയമാണെന്നുള്ള ബോധ്യം അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ അതെങ്ങനെ ബോധ്യപ്പെടുത്തും എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രയാസമുള്ള കാര്യമാണ്. പക്ഷെ അതിന് ഞാനൊരു പ്രോഗ്രാം ഡിസൈൻ ചെയ്തു. ആ പ്രോഗ്രാമിലൂടെ അവർക്ക് ആ സമയത്തിന് യൂട്ടിലൈസ് ചെയ്ത് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. മാത്രമല്ല അവരുടെ പഠന നിലവാരമായിക്കോട്ടെ, അവരുടെ ജീവിത നിലവാരമായിക്കോട്ടെ ഉയർത്താൻ പറ്റും. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവർ സ്കൂളിൽ പോകുന്നതും കോളേജിൽ പോകുന്നതും ഒക്കെ അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് ഈ 3 മാസം കൊണ്ട് അവർക്ക് ഏകദേശം അവരുടെ ഒരു ലെവലാവും, ഉറപ്പാണ്. അപ്പോ ഈ ഒരു മാറ്റം ഉണ്ടാക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ എത്താൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. നമ്മൾ കുട്ടികളോട് കുറച്ചുകൂടി എന്താ പറയുന്നത് ആധികാരികമായിട്ട് നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അവരുടെ ഉള്ളിൽ വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ചിട്ടെല്ലാം നമ്മൾ അതിനെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ആദിശേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് എന്ന് പറഞ്ഞ് ഒരു കോളേജ് തന്നെ ആരംഭിച്ചതും അതിൻ്റെ അകത്ത് ഒരു കോഴ്സുകൾ ഡിസൈൻ ചെയ്തതൊക്കെ അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ കുട്ടികളുടെ ഈ എഡ്യൂക്കേഷൻ പർപ്പസ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, എഡ്യൂക്കേഷൻ പർപ്പസ് ആണല്ലോ നമ്മുടെ ലൈഫിൽ നമ്മുടെ കുട്ടികളുടെ ലൈഫിലും എല്ലാവരുടെ ലൈഫിലും അവരെ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ അവരെ ഒരു വലിയൊരു മാറ്റം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്
ഈ ഒരു കാര്യം ഞാൻ എടുത്ത് തീരുമാനിച്ച് ഇറങ്ങിയിരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും വിലപ്പെട്ട സപ്പോർട്ട് വേണം. ഇതൊരു ദൈർഘ്യമേറിയിട്ട് ഉള്ള ഒരു വീഡിയോ ആയിരിക്കാം, എന്നാലും കുഴപ്പമില്ല. ഇത് നിങ്ങൾക്ക് ഓരോരുത്തർ കേൾക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റിംഗ് ആണെങ്കിൽ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഓരോരുത്തർക്കും സംസാരിക്കാം. ഇത് ലൈവായിട്ടും പല രീതിയിലായിട്ടും പോഡ്കാസ്റ്റിലായിട്ടും യൂട്യൂബിലായിട്ടും ഇൻസ്റ്റാഗ്രാമിലായിട്ടും ഞാൻ എല്ലാവർക്കും തരാനുള്ള ഒരു ഇതാണ് തരുന്നത്. അപ്പം വീണ്ടും നമുക്ക് കാണാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, നമസ്കാരം.